വിക്രമന്റെയും മുത്തുവിന്റെയും മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരത്തെ നമ്മൾ ഒരാഴ്ച മുന്നേ അനൗൺസ് ചെയ്തായിരുന്നല്ലോ. അപ്പോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അനൗൺസ് ചെയ്ത പോലെ തന്നെ നമ്മളൊരു സ്പിരിച്വൽ ജേർണി തുടങ്ങുവാണ്. ഇന്ന് 29 ഡിസംബർ. രാജേഷ് ഡോക്ടറുണ്ട്, ജിത്തുണ്ട്, എന്നത്തെയും പോലെ. അപ്പൊ ഒരു 4 days അല്ലെ എവിടേക്കാ പോകുന്നത് പെട്ടെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞ പോലെ തന്നെ തമിഴ്നാട്ടിൽ കൂടിയാണ് നമ്മൾ പോണേ. ടെമ്പിൾസ് ഒക്കെ കണക്ട് ചെയ്തിട്ട് നമ്മള് ട്രിച്ചി, തഞ്ചാവൂർ, ചിദംബരം, മധുരൈ, അങ്ങനെ ഒരു ലൂപ്പ് നമ്മൾ തിരിച്ച് കൊച്ചിയിലെത്തും. എല്ലാം കണ്ണീരിട്ട് കണ്ടോളൂ. അപ്പോ ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മളൊരു 4:30-5 മണിയായപ്പോഴേക്കും നമ്മൾ തുടങ്ങി നമ്മുടെ ജേർണി. ഇന്നത്തെ ഫസ്റ്റ് ലെഗ് ഓഫ് ജേർണി എന്ന് പറയുന്നത് കൊച്ചി ടു ട്രിച്ചി അത് തന്നെ. അപ്പോൾ അത് പോകുന്നത് നമ്മൾ സേലം, കരൂർ, കാങ്കയം വഴിയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റോപ്പ് ഉണ്ട് കോയമ്പത്തൂർ. നമ്മൾ പോകുന്നത് രാജേഷ് ഡോക്ടറിൻ്റെ വണ്ടിയിലാണ്, ഫോർച്യൂണറിലാണ്. എല്ലാവർക്കും ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, സൗകര്യമായിട്ട് പോവാം. പുള്ളി വണ്ടിയൊക്കെ നന്നായിട്ട് കുട്ടപ്പനാക്കി സർവീസൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ രാവിലെ ഒരു ചായ കുടിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ്. ചായ കുടിച്ച് വേറെ എവിടെ നിന്നല്ല, നമ്മുടെ കളമശ്ശേരിയിൽ നിന്ന് പോകുന്ന വഴിക്ക് കുടിച്ചു. അടുത്ത സ്റ്റോപ്പ് കോയമ്പത്തൂരാണ്, തൃശ്ശൂർ വഴി കോയമ്പത്തൂർ. പോണ വഴിക്ക് നമ്മളൊരു ചായ കുടിക്കാൻ കയറിയതാട്ടോ. അതെ, തൃശ്ശൂർ എത്തിയില്ല, ഒരു ചായ കുടിക്കാൻ 5:30. അപ്പോൾ ഈ ട്രിപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം നമ്മളെല്ലാവർക്കും ഓരോരോ ടാസ്ക്സ് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ട്രിപ്പ് പ്ലാനിങ്, റൂട്ട്, ടൈം, എപ്പോൾ ഇറങ്ങണം, എപ്പോൾ തിരിച്ചു കയറണം എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കുന്നത് മുത്തുവാണ്. അപ്പോൾ മുത്തു കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതുപ്രകാരം ഫസ്റ്റ് ദിവസം നമ്മൾ കൊച്ചിയിൽ നിന്ന് നേരെ ട്രിച്ചിയിലെത്തുന്നു. ട്രിച്ചിയിൽ ചെന്ന ഉടനെ തന്നെ നമ്മൾ ശ്രീരംഗം ടെമ്പിളിൽ വിസിറ്റ് ചെയ്യുന്നു. ഫേമസ് ആയിട്ടുള്ള വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രമാണ്. അത് കഴിഞ്ഞ് അടുത്ത ദിവസം 30th ഡിസംബറിന് രാവിലെ ഒരു ഉച്ചപ്പിള്ളയാർ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ഒരു ഗണപതിൻ്റെ ക്ഷേത്രമുണ്ട്. ഒരു മലയുടെ മണ്ടയ്ക്കാണത്. അതൊരു 45 മിനിറ്റ് 1 hour ട്രക്കിംഗ് പോലെ തന്നെ സ്റ്റെപ്സ് നടന്ന് കയറേണ്ട ഒരു ക്ഷേത്രമാണ്. ട്രിച്ചി മൊത്തം അവിടുന്ന് കാണാം. അപ്പോൾ അത് കണ്ടതിന് ശേഷം പിറ്റേ ദിവസം ഉച്ചയ്ക്ക് അവിടുന്ന് തിരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഫസ്റ്റ് പ്ലാൻ. ചൂട് പൊറോട്ട വേണം. ഞങ്ങളെ ഗ്രീൻ പീസ് മാത്രമേ ഇവിടെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഓർഡർ ചെയ്ത് വന്നപ്പോഴേക്കും ആക്ച്വലി മുത്തുവിന് വേണ്ടുന്ന കടലായിരുന്നു. അപ്പോൾ കടല വേണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ പുച്ഛിച്ച് തള്ളി, നോ ഓൺലി ഗ്രീൻ പീസ്. പക്ഷെ വന്നപ്പോൾ കടല. അവസാനം ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് റെഡ്ഡിപ്പാളയം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി കേട്ടോ, കരൂർ. അതിവിടെ ഒരു ടീ ഷോപ്പുണ്ട്. അപ്പോൾ അതിന് ടീ കുടിച്ചിറങ്ങാം. ജിത്തുവിന് മൂത്രം ഒഴിക്കണം. എന്റെ പേടി എന്താ പറയാ, ജിത്തുവിനെ ആൾക്കാർ മറ്റേ അജിത്താന്ന് ചെയ്തിട്ട് തലേന്ന് പറഞ്ഞു വന്ന് പിടിക്കുക എന്നുള്ളതാണ്. തല മിക്കവാറും റോഡ് സൈഡിൽ മൂത്രം ഒഴിക്കണത് എല്ലാവരും കാണും. എന്നെ തല ഇപ്പിടി പണിട്ടാറ്. അങ്ങനെ ഞങ്ങൾ ട്രിച്ചിയിലെത്തി ഉച്ചയായപ്പോഴേക്കും. അവിടുന്ന് ഭക്ഷണം കഴിച്ചു. അവിടെ ഇഷ്ടംപോലെ നല്ല വലിയ ഹോട്ടലുകളുണ്ട് കേട്ടോ സിറ്റിക്കകത്ത് തന്നെ. ട്രിച്ചി ഈസ് ഫേമസ് ഫോർ ഫുഡ്. അപ്പോൾ ഒരു നല്ലൊരു വെജിറ്റേറിയൻ താലി മീൽസ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ കയറി അവിടുന്ന് ഭക്ഷണം കഴിച്ചു. പ്രത്യേകം എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ അവിടെ മുതൽ ആൾക്കാർക്ക്. നമുക്കൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള അനുഭവമാണ്. അവർ വന്ന് നമ്മളടുത്ത് ചോദിക്കും ഭക്ഷണം ഇഷ്ടമായോ, ഇനി എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അത് നമ്മൾ കേരളത്തിൽ അങ്ങനെ കാണാത്തൊരു സംഭവമാണ്. അപ്പോൾ പലർക്കും അതൊരു പുതിയൊരു അനുഭവമായിരുന്നു. എനിവേസ് ഭക്ഷണം ട്രിച്ചിയിൽ നിന്ന് തന്നെ കഴിച്ചു. നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോകാമെന്ന് വെച്ചു. നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടോ. ഇതാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന ഹോട്ടൽ, PLA കൃഷ്ണ ഇൻ. അത്യാവശ്യം നല്ല ഹോട്ടലാട്ടോ. വിക്രമൻ അവിടെ നമ്മുടെ ചെക്ക് ഇൻ പ്രൊസീജിയേഴ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താഴെ കൊണ്ടുപോയി കാറൊക്കെ പാർക്ക് ചെയ്തു. ഇതാണ് നമ്മുടെ റൂം. ഇതാണ് കേട്ടോ നമ്മുടെ റൂം. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കിയത് 2 സെപ്പറേറ്റ് ബെഡ്. അടിപൊളി. ഇവിടെ ഒരു ടേബിളുണ്ട്, ഇതിന് വായിക്കാൻ ഒരു റൗണ്ട് ടേബിൾ ഉണ്ട്, ഭക്ഷണം കഴിക്കാൻ ഇൻ്റർകോം ഉണ്ട്, ഒരു വാൾ പിക്ചറുണ്ട്, ഫാനുണ്ട്, ചെറിയൊരു TV ഉണ്ട്, ഫ്രിഡ്ജുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജില്ല, സോറി ഫ്രിഡ്ജില്ല.
ബക്കറ്റും കപ്പും ഉണ്ട്. ടോയ്ലറ്റൊക്കെ നല്ല നീറ്റാണോ. നമ്മുടെ ഈ റൂമിൻ്റെ ഒരു ബാൽക്കണിയാണ്, ഒരു വിൻഡോ ഉണ്ട് കേട്ടോ. അതുവഴി എന്താണ് പുറത്തുള്ളതെന്ന് നോക്കാം. എന്താണ് പുറത്തേക്ക് കാണുന്ന കാഴ്ച? വിശാലമായൊരു കാർ പാർക്കിംഗ് ആണ് താഴെ കാണുന്നത്. വേറെ പിന്നെ ഒന്നും പ്രത്യേകിച്ച് കാണാനില്ല. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് ഇറങ്ങി മെല്ലെ ചെക്കൗട്ട് ചെയ്തു. 3 മണിയായി ഇപ്പോൾ. അപ്പോൾ നമ്മളൊരു ഊബർ എടുത്തിട്ട് അമ്പലത്തിലേക്ക് പോകാൻ വെച്ചു. ശ്രീരംഗം ഇവിടുന്ന് 10 കിലോമീറ്റർ ഉള്ളത്. വൈകുന്നേരം പോയിട്ട് ദർശനം കഴിഞ്ഞിട്ട് പറ്റുവാണെങ്കിൽ ഉച്ചപ്പിള്ളയാർ കോവിൽ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കും അല്ലേ, സമയം നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ശ്രീരംഗം ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. ഭാരതത്തിലെ ഏറ്റവും വിസ്താരമേറിയ കൂറ്റൻ മഹാക്ഷേത്രമാണ് ശ്രീരംഗം രംഗനാഥസ്വാമി ക്ഷേത്രം. ട്രിച്ചിക്കടുത്ത് ശ്രീരംഗം ദ്വീപിലാണ് കാവേരി നദിയുടെ തീരത്ത് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മഹാവിഷ്ണുവാണ് പ്രതിഷ്ഠ. ഇവിടെ 21 കൂറ്റൻ ഗോപുരങ്ങളാണ് കാവൽ നിൽക്കുന്നത്. ഈ സമുച്ചയം 156 ഏക്കറിലാണ് വിസ്തീർണം, പരന്ന് കിടക്കുകയാണ് കേട്ടോ. ഭാരതത്തിലെ 108 വൈഷ്ണവ ക്ഷേത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന കേന്ദ്രമാണ് ഈ ഒരു ക്ഷേത്രം. നമ്മളങ്ങനെ ശ്രീരംഗം ടെമ്പിളിൽ എത്തിട്ടോ. നോക്കിയേ, ഇതാണ് ഇതിന്റെ ഫസ്റ്റ് ഗോപുരം. ഇവിടെ ഇങ്ങനെ 21 ഗോപുരം ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് അകത്തോട്ടൊന്ന് പോയി നോക്കാം. സൈഡിലൊക്കെ ഇതുപോലെയുള്ള ഇങ്ങനെ കടകളാണ്. കൊള്ളാം. വിക്രം, അകത്ത് കയറിയാലോ? വേറെ ലെവൽ. ഇതിന്റെ സംഭവം ഇങ്ങനെ കേട്ടോ. ഉണ്ടോ, ഒരു വലിയൊരു സെറ്റപ്പാണത്. ഓക്കെ, ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ള പോലെ അനന്തശയന രൂപത്തിലുള്ള മഹാവിഷ്ണു പ്രതിഷ്ഠയാണ്. ഇത് ഗണപതിയാണ് പ്രതിഷ്ഠ നടത്തിയതെന്നാണ് ഐതിഹ്യം. തെക്കോട്ടാണ് ദർശനം. ഇത്തരത്തിലുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഇവിടെ മഹാലക്ഷ്മി രംഗനായകി എന്നാണ് അറിയപ്പെടുന്നത്. ഈ ദർശനത്തിന് കയറുന്ന സ്ഥലത്ത് തന്നെ നമുക്കൊരു ക്ലോക്ക് റൂം ഒക്കെ ഉണ്ട് കേട്ടോ. കേട്ടോ, ചെരുപ്പൊക്കെ വെക്കാനൊക്കെ ആയിട്ട്. നമ്മൾ അമ്പലത്തിലോട്ട് കടക്കുന്ന ആ ദർശനത്തിനുള്ള ക്യൂ ആണ്. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ക്യൂ നിന്ന് പോകണം. ചെയ്യണം. ഇന്ന് കണ്ടിട്ട് കമ്പാരിറ്റീവ്ലി തിരക്ക് കുറവാണല്ലേ വിക്രമം? നിലത്തൊക്കെ നല്ല തണുപ്പ്. കേട്ടോ, ഫ്ലോറൊക്കെ ഫുള്ള് കല്ലാണ്. കല്ല് അടിപൊളി. ഇവിടെ മറ്റേ വീഡിയോ ക്യാമറയ്ക്ക് ചെറിയൊരു ഫീസ് എന്തോ ഉണ്ട് കേട്ടോ. 50 റുപ്പീസ് 100 റുപ്പീസ് എന്തോ. ഞാൻ പിന്നെ ഐഫോണിലായതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല. ഇത് നമ്മുടെ ഈ കോവിലിന്റെ ഒരേ ഭാഗങ്ങളാണ് കേട്ടോ. ഓക്കെ, എത്ര കാലത്തെ പണിയായിരിക്കും എന്ന് ആലോചിച്ചു.
ഓക്കെ ലെവൽ കണ്ടോ, ഇതൊരു വേറെ ലെവലാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഒന്ന് നോക്കിക്കേ, നമ്മളിപ്പോഴും ഇതിന്റെ അകത്തോട്ട് കയറിയിട്ടില്ല, അകത്ത് ക്യാമറ പെർമിറ്റഡ് ആയിരിക്കില്ല. ഇവിടെ ഒരു റൂഫ് ടോപ്പിൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ, നമ്മളതിന് അഡീഷണൽ ആയിട്ട് 50 രൂപ കൊടുക്കണം പെർ ഹെഡ്. നമ്മളിപ്പോൾ അവിടെ കയറി നിന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ ഗോപുരങ്ങളൊക്കെ ഒരുമിച്ച് കാണാമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം എൻ്റെ അവസ്ഥ. അവിടെ ഒരു ഗോപുരം, ഇതിന്റെ ബാക്കിൽ ഒരെണ്ണം ഇവിടേക്ക് ഉണ്ട്. വേണ്ട ഒരു ടെറസിൽ നിന്ന് നമ്മൾ ഗോപുരം കാണുന്ന പോലത്തെ അവസ്ഥ. ഇവിടെയാണ് കേട്ടോ അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഈ അമ്പലത്തിന്റെ കോമ്പൗണ്ടിലേക്ക് കയറാൻ പോകുന്നത്. ഇത് കണ്ടോ, അപ്പോ നോക്കിയേ, ഇവിടെ എനിക്ക് തോന്നുന്നു വലിയൊരു ക്യൂ ആണെന്ന് തോന്നുന്നു. വേ ടു ദർശൻ, നമുക്ക് ദർശനത്തിനുള്ള ക്യൂല് പോയി നിൽക്കാൻ. ഇവിടെ നിന്നൊരു ക്യൂ ആണ് അകത്തോട്ട്. ഇവിടെ അമ്പലത്തിൽ നമുക്കൊരു ആന ഉണ്ട് കേട്ടോ. ഈ അമ്പലത്തിൽ ആന ഏതാ നമുക്ക് നോക്കാം. എന്താ നമ്മൾ ഏകദേശം ഒരു 1 hour ക്യൂല് നിൽക്കേണ്ടി വരുന്നാണ് തോന്നുന്നത്. ചുറ്റി 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 ഇങ്ങനെ പോവാണ്. വേണ്ടോ നമ്മുടെ ആനക്കുട്ടി, അനുഗ്രഹമൊക്കെ കൊടുക്കണ്ട കേട്ടോ, അനുഗ്രഹം കിട്ടും. ഇതുണ്ടോ വേറൊരു എലിഫന്റ് ആട്ടോ ഈ അമ്പലത്തിലെ തന്നെ, നമ്മൾ നേരത്തെ കണ്ടതല്ല. കണ്ടോ ഈ കല്ലുകളിലൊക്കെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, നമുക്കത് വായിക്കാൻ പറ്റില്ല. കണ്ടോ ഇവിടെ എങ്ങനെ സംഭവം വെച്ചാലേ, ഇപ്പൊ നമ്മൾ അമ്പലത്തിനകത്തോട്ട് കയറി, ഇവിടെ 2 ക്യൂ ഉണ്ട്. ഒരെണ്ണം 100 രൂപയുടെ ക്യൂ, ഒരെണ്ണം 500 രൂപയുടെ ക്യൂ. 100 രൂപയുടെ ക്യൂവിൽ ഏകദേശം 100 റുപ്പീസിന്റെ ക്യൂ മോർ ദാൻ 2 hours എടുക്കുന്ന പറഞ്ഞത്. 500 റുപ്പീസിന്റെ ഏകദേശം 1 hour ആണ്. നമ്മൾ 500 റുപ്പീസിന്റെ ക്യൂവിലാണ് ഇപ്പൊ നിൽക്കുന്നത്. നമുക്ക് നോക്കാം എത്ര സമയം എടുക്കുന്നു. അങ്ങനെ ദർശനം കഴിഞ്ഞിട്ട് ഇറങ്ങി. അതെ 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 അതെ, വലിയ തിരക്കുണ്ടായിരുന്നില്ല, പ്രതീക്ഷിച്ച അത്ര തിരക്കൊന്നും ഉണ്ടായില്ല. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ദർശനം കിട്ടി. 500 രൂപ കൊടുത്തു നമ്മള്. അതെ അതെ, 1 മണിക്കൂർ കൊണ്ട് അതെ ദർശനം കഴിഞ്ഞ് ഇറങ്ങി. അതെ അതെ, വലിയ തിരക്കെന്ന് പറയാനില്ല കേട്ടോ. നമ്മൾ കുറച്ചും കൂടി തിരക്ക് പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്. അതിന്റെ അകത്തൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മളപ്പോ അവിടെ നിന്ന് പുറത്തിറങ്ങി, നമുക്ക് പുറത്തിറങ്ങിട്ട് നോക്കാം. ഇത് നമ്മൾ അമ്പലത്തിന്റെ പുറത്തിറങ്ങിയിട്ടുള്ള വഴിയാണ് കേട്ടോ, നമ്മൾ പുറത്തേക്കുള്ള വഴിയാണ്. ഇനിയിപ്പോ പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള സ്ഥലം നമുക്ക് നോക്കണം. ശ്രീരംഗം ടെമ്പിളിന്റെ സായാഹ്ന കാഴ്ച എന്താ ലെവൽ നോക്കി, നോക്ക് നോക്ക്, വേറെ ലെവൽ. അപ്പൊ കേസ് നമ്മള് ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി അല്ലേ? എന്തൊക്കെ കണ്ടു നമ്മള്? ഒരു വിഷ്വൽ വോട്ടിക്കോൾ ഒരു അടിപൊളിയാണ്. അതെപ്പോഴും പറയാനുണ്ട്, അറ്റ്മോസ്റ്റ് ഗ്രാൻഡർ. എല്ലാവരും ഒന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്. ഇത്രയും ചരിത്രമുള്ള ഒരു സ്ഥലം വേറെ കുറവായിരിക്കും.
ഇനി പോകുന്ന സ്ഥലങ്ങളിൽ ഇനി ഉണ്ടാവും. പക്ഷേ ഇത് നമ്മൾ അമ്പലത്തിനകത്ത് ഓരോ കല്ലുകളിലും ഓരോന്നൊക്കെയോ കൊത്തിവെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് കൊത്തിവെച്ചിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നതെന്നോ സൈഫർ ചെയ്തിട്ടില്ല. ചരിത്രകാരന്മാർ കുറെയൊക്കെ റീഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു പഴയ ലിപി എന്നാണ് പറയുന്നത്. എഴുതിയിരിക്കുന്ന പലതും 100 years ബിഫോർ ക്രൈസ്റ്റ് എന്നൊക്കെയാണ് വിക്കിൽ കിടക്കുന്നത്. റിസർച്ച് ചെയ്താലും തീരാത്തത്ര ഇൻഫർമേഷനാണ് ഇവിടെയൊക്കെ ഹിഡനായിട്ട് ക്രിപ്റ്റിക്കായിട്ട് കിടക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഹെറിറ്റേജ് സൈറ്റിലാണ് നിൽക്കുന്നത്. നമ്മൾ ജസ്റ്റ് മേലെ ഇങ്ങനെ ചുരണ്ടി നോക്കിയിട്ടേ ഉള്ളൂ. എന്നാലും അത് തന്നെ ഓവർവെൽമിംഗ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ബാക്കി അടുത്ത കാര്യങ്ങളിലോട്ട് പോകാം അല്ലേ. ഇതാണ് കേട്ടോ നമ്മുടെ ശ്രീരംഗം ടെമ്പിളിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം കാണുന്ന ഗോപുരാണിത്. ഓക്കെ, പിന്നെ ഈ പുറത്തേക്ക് ഇറങ്ങുന്ന 2 സൈഡിലും ഇതുപോലെ തന്നെ ചെറിയ ചെറിയ കടകളാണ്. ഇതിപ്പോ നല്ല രീതിയിൽ ഇങ്ങനെ ലൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആഹാ, ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ തിരികെയാണ്. എല്ലാവരും ടയർഡായി. ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ച സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? ബനാന ലീഫ്. നല്ല ബിരിയാണി ആയിരുന്നു, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി. അത് കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തി. രാജ് ഡോക്ടർ അപ്പുറത്ത് സൈഡും ചെരിഞ്ഞു. പുള്ളിയാണല്ലോ രാവിലെ പോയി വണ്ടി പിടിച്ച് ഓരോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒന്ന് കുറച്ച് നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ രാവിലെ എത്ര മണിക്ക് ഇറങ്ങണ്ടേ? രാവിലെ ഞങ്ങളൊരു 7 മണിക്കാണ്. 7 മണിക്ക് ഇറങ്ങുന്നു. ഉച്ചിപ്പിള്ളിയാർ കോവിലിൽ കയറുന്നു. അപ്പോൾ നടന്ന് കയറണം. അപ്പോൾ അതാണ് നാളത്തെ പ്ലാൻ. 20% ഓഫ് അവർ ട്രിപ്പ് ഇസ് ഫിനിഷ്ഡ് എന്നാണ് 25% ഓഫ് അവർ ട്രിപ്പ് ഇസ് ഫിനിഷ്ഡ്. അപ്പോൾ ബാക്കി നാളെ കാണാം. അതെ, ബൈ.